പ്രിയമുള്ളവർ, ആദ്യം യുവകവി ശിവാനിക്ക് അഭിനന്ദനങ്ങൾ. ഞാൻ എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീ മോഹൻ ഗോപാൽ, ശ്രീ സുദർശൻ രഘു, ഇവർ രണ്ടുപേരെയും സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി അധിക കാര്യങ്ങൾ ഇനി പറയാനില്ല. എങ്കിലും അതിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ശ്രീ അഡ്വക്കേറ്റ് സുരേഷുമായി സംസാരിച്ചു. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിൽ 6 ലക്ഷം പേരാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 200 ഡോക്ടർമാരുണ്ട്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് സമ്പന്നരുണ്ട്, പക്ഷേ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ. അത്തരം ആളുകളുടെ ഒരു കുറവ് എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി 6 ലക്ഷം പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ കുറവാണെന്ന് പറഞ്ഞാൽ അത് വളരെ കുഴപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയെ പോലൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമുദായം അവരുടെ സാമുദായികതയെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ ഈഴവരെ പോലൊരു കമ്മ്യൂണിറ്റി, ഒരു സമുദായം അവരുടെ സമുദായത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, സമുദായങ്ങളെക്കുറിച്ച്, സാമുദായികതയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടെന്നാണ്. ചരിത്രപരമായി, മനഃശാസ്ത്രപരമായി തന്നെ അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണ് ആ കാരണം? സമുദായങ്ങളെന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ചും കൊളോണിയൽ കാലഘട്ടങ്ങളിലെ അധികാരവുമായി ബന്ധപ്പെട്ടാണ് സമുദായങ്ങൾ രൂപം കൊള്ളുന്നത്. സമുദായം എന്ന് പറയുന്ന ഒരു ബോധം രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നത് സ്വത്വബോധം രൂപം കൊള്ളുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അധികാരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, നിയമനിർമ്മാണ സഭകളിലേക്കുള്ള കടന്നുവരവ്, ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങളായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ബോധം മനുഷ്യർക്കുള്ളിൽ, സമുദായങ്ങൾക്കുള്ളിൽ രൂപം കൊള്ളുന്നത്. ഈ സമുദായങ്ങൾ ആ കാലഘട്ടത്തിൽ വിവിധ നിയമനിർമ്മാണ സഭകളിലെ സമുദായങ്ങൾക്ക് ആവശ്യമായ പ്രാതിനിധ്യവും ലഭിച്ചിരുന്നു. ചില സമുദായങ്ങൾക്ക്, എല്ലാ സമുദായങ്ങൾക്കല്ല. എന്നാൽ 1947 ശേഷം ചില പ്രത്യേക മാറ്റങ്ങൾ സാമുദായികതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് ഇന്ന് നാം സമുദായങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തതിന് പിന്നിലുള്ളത്. സാമുദായികതയെക്കുറിച്ച് നമ്മളുടെ 47 ശേഷം ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണ സഭകളിലെ ആ ചർച്ചകളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ചർച്ചയിലേക്ക് കടന്നു വന്നു. എന്താണ് ദേശീയത? സാമുദായികത എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ആലോചന, സാമുദായികത എന്ന് പറയുന്നത് ദേശീയ വിരുദ്ധമായ ഒരു കാര്യമാണ്. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈഴവരെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, തീയന്മാരെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ദേശീയതയുടെ കുറിച്ചുള്ള ആലോചനകൾക്കെതിരാണ്. അത് ദേശീയതയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ദേശീയതയ്ക്ക് എതിരായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. 47 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം, ഞങ്ങൾ ഇസ്ലാമോഫോബിയ പഠനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ഞാൻ, ശ്രീ സുദർശൻ രഘു അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ആ വിഭാഗത്തിൽ നടത്തിയൊരു പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, 47 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതിൽ ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്നൊരു ലേഖനമാണ്. ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കെ കേളപ്പൻ ഇത്തരൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 2 തരം സമുദായങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏതാണ്? നല്ല സാമുദായിക വാദങ്ങളുമുണ്ട്, മോശം സാമുദായിക വാദങ്ങളുമുണ്ട്. എന്താ നല്ല സാമുദായിക വാദങ്ങൾ? നല്ല സാമുദായിക വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുകയും ദേശീയ താല്പര്യങ്ങളുള്ള സമുദായങ്ങളാണ് നല്ല സാമുദായിക വാദം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾക്കറിയാം SNDP 47 എടുത്തൊരു നിലപാട്, ദേശീയവാദികൾ എന്ന് പറയുന്നതൊക്കെ സവർണരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ സംരക്ഷിക്കണമെന്നൊരു ആവശ്യം ആ കാലഘട്ടത്തിലെ ഈഴവർ മുന്നോട്ട് വെച്ചിരുന്നു. SNDPയിൽ 47 നിലപാട്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചേരണോ വേണ്ടെന്നുള്ള ചോദ്യത്തിൽ അവർ വേണ്ട എന്നുള്ള അഭിപ്രായം, വേണോ വേണ്ടോ എന്നുള്ളതല്ല, മറിച്ച് അവർ അത് ജനങ്ങളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ദേശീയതയോട് അല്ലെങ്കിൽ സവർണരുടെ ഒരു താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമുദായങ്ങളുടെ താല്പര്യങ്ങളെ അവർ നല്ല സമുദായവാദം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ കീഴാള സമുദായത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും അംബേദ്കറുടെ ചരിത്രം നമുക്കറിയാം, പൂനെ പാക്റ്റിനെ കുറിച്ച് നമുക്കറിയാം, വട്ടമേശ സമ്മേളനത്തിലുണ്ടായ ചർച്ചകളെക്കുറിച്ച് നമുക്കറിയാം. ഈ ചർച്ചകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സമുദായങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമുദായങ്ങൾക്ക് പ്രത്യേക റിസർവേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പരിഗണനകളോ നിയമനിർമ്മാണ സഭകളിൽ വേണം എന്ന് പറയുന്ന ആവശ്യമാണ്
വട്ടമേശ സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത്തരം ചർച്ചകളിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച ആളുകളുടെ സാമുദായിക താല്പര്യങ്ങളെ മോശം സമുദായവാദമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ സവർണരെ സംബന്ധിച്ചിടത്തോളം, നായന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നല്ല സമുദായവാദം, കാരണം അവർ സവർണ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ കീഴാളരെ സംബന്ധിച്ചിടത്തോളം അവർ സാമുദായിക താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈഴവർ ഉദാഹരണമാണ്. ഇത്തരം സാമുദായിക താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമുദായങ്ങളുടെ സാമുദായികവാദം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടാണ് ആ കാലഘട്ടത്തിൽ കരുതിയിരുന്നത്. അപ്പോൾ 47 മുതൽ തന്നെ സമുദായങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ എന്തോ ഒരു മോശം കാര്യം, അത് ദേശീയ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം എന്നുള്ള ഒരു ആഖ്യാനം ഈ നമ്മളുടെ സമൂഹത്തിൽ ആകമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ നാം സാമുദായികതയെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടാത്തത്, അല്ലെങ്കിൽ സാമുദായികതയെക്കുറിച്ച് ചിന്തിക്കുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ നാം കരുതുന്നതിൻ്റെ പിന്നിൽ ഇത്തരം കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈഴവരുടെ ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഈഴവരുടെ ചരിത്രമാണ്. ഈഴവരുടെ ചരിത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെയേറെ സമുദായങ്ങളുടെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നിയോജകമണ്ഡലങ്ങൾ വേണമെന്നും ഞങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറയുന്ന ആവശ്യം പല കാലഘട്ടങ്ങളിൽ കൊച്ചിയിൽ അവർ ആ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്, തിരുവിതാംകൂറിൽ അവർ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്, മലബാറിലും ആ ഒരു ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്വതന്ത്ര സമുദായവാദ പ്രസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ടാവും. ആളുകളൊക്കെ വിചാരിക്കുന്ന അത് മതം ഇല്ലാതാക്കാനുള്ള ഒരു പ്രസ്ഥാനമെന്നാണ്. അല്ല, ഈഴവരുടെ സ്വതന്ത്ര സമുദായവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈഴവർക്ക് സ്വന്തമായ നിയോജകമണ്ഡലം വേണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഈഴവർക്ക് അവരുടേതായിട്ടുള്ള നിയോജകമണ്ഡലം വേണമെന്നും അവരുടെ സാമുദായികത ഉയർത്തിപ്പിടിക്കണമെന്നും അവർക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് സ്വതന്ത്ര സമുദായവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന. യഥാർത്ഥത്തിൽ അതിനെ ഇന്ന് നാം മനസ്സിലാക്കുന്നത് മതമില്ലാതാക്കാനുള്ളൊരു കാര്യമായിട്ടാണ്. മതമില്ലാതായിട്ടുള്ള കാര്യമല്ല അത്. ഈഴവരുടെ സ്വതന്ത്ര സമുദായ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ സാമുദായികത ഉയർത്തിപ്പിടിക്കുകയും അവർക്ക് ആനുപാതിക പ്രാതിനിധ്യം നിയമസഭകളിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. തിരുവിതാംകൂർ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീയ നേതാവാണ് ശ്രീകൃഷ്ണൻ, മിതവാദി ശ്രീകൃഷ്ണൻ. മിതവാദി ശ്രീകൃഷ്ണൻ 1935 ചാവക്കാട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ ലണ്ടനിലേക്ക് അയച്ചു. അദ്ദേഹം ലണ്ടനിലെ വിദ്യാർത്ഥി ലണ്ടനിലേക്ക് ആ സമയത്ത് ഒരു പ്രഭുവിനെ കണ്ട്, ലേബർ പാർട്ടി നേതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തീയന്മാർക്കും ഈഴവർക്കും മൊത്തത്തിൽ പ്രാതിനിധ്യം വേണം, മലബാറിൽ പ്രാതിനിധ്യം വേണം, മറ്റ് ഇതര നാട്ടുരാജ്യങ്ങളിലും നിയമസഭകളിൽ പ്രാതിനിധ്യം വേണം. ചാവക്കാട്ട് നിന്നാണ് അദ്ദേഹം, ചാവക്കാട് ഒരു വിദ്യാർത്ഥി അന്ന് ലണ്ടനിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തെ കൊണ്ടാണ് കത്ത് കൊടുപ്പിച്ചത്. അത് ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ കത്ത് കൊടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി, നിങ്ങളിങ്ങനെയുള്ള സമുദായങ്ങളൊക്കെ ഇങ്ങനെ പ്രത്യേകം പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞാൽ അത് എല്ലാ സമുദായങ്ങളും അത് ഏറ്റെടുക്കും, അത് വലിയ കുഴപ്പങ്ങളിൽ കലാശിക്കും എന്നാണ് ശ്രീകൃഷ്ണൻ്റെ പ്രതിനിധിക്ക്, ആ വിദ്യാർത്ഥിക്ക് ലേബർ പാർട്ടിയിൽ നിന്ന് ലഭിച്ച മറുപടി. അത്തരൊരു മറുപടിയും ഈ സമയത്ത് ലഭിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സാമുദായികവാദം എന്ന് പറയുന്നത് 47 മുന്നേ നമ്മളുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാമുദായികതയുടെ രാഷ്ട്രീയം 47 മുന്നേ ഇതായിരുന്നു. എന്നാൽ 47 ശേഷം എന്താണ് സംഭവിക്കുന്നത്? 47 ശേഷം നമ്മളുടെ നിയമനിർമ്മാണ സഭകളിൽ വിവിധ തരത്തിലുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. നമുക്കറിയാം, ഒരു രാഷ്ട്രം ജനാധിപത്യമാവുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ ഉണ്ടാവുക എന്നല്ല അർത്ഥം. മറിച്ച് ഒരു രാഷ്ട്രം ജനാധിപത്യപരമാവുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ സമൂഹത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കാമെന്ന് കൂടി അതിനർത്ഥമുണ്ട്. വിവിധ സമുദായങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടാവുമെന്നുള്ള അർത്ഥമുണ്ട്. വിവിധ വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയമായ അധികാരം ഉണ്ടാവുമെന്ന് കൂടി അതിനർത്ഥമുണ്ട്. അതായത് കേവലമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഏതെങ്കിലും ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതല്ല ജനാധിപത്യ രാഷ്ട്രമെന്ന് നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 47 ശേഷം ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടായിരുന്ന പല ചർച്ചകളും ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് പലതരത്തിലുള്ള ആനുപാതിക പ്രാതിനിധ്യത്തിന് വേണ്ടി ഒരു ചർച്ചകൾ നടത്തിയിരുന്നു. ഈ മന്ത്രിസഭകളിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഒരു ഘട്ടത്തിൽ തള്ളിപ്പോവുകയാണ് ചെയ്തത്. അതായത് നിയമനിർമ്മാണ സഭകളിലെ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മിക്കവാറും എല്ലാ ചർച്ചകളും അവസാനം ഇല്ലാതാവുകയും അത്തരം ചർച്ചകൾ മുഴുവൻ സാമുദായികത താല്പര്യങ്ങളും ഇത്തരം സാമുദായികത താല്പര്യങ്ങൾ ദേശീയതയ്ക്ക് ഗുണം ചെയ്യുകയില്ല എന്നും, അങ്ങനെ മാത്രമല്ല രണ്ടാമതൊരു വാദഗതി, ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ജനങ്ങൾക്ക് ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നൊരു കാര്യം മുന്നോട്ട് വെച്ചാൽ, പ്രത്യേക നിയോജകമണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് വെച്ചാൽ, അതുപോലെയുള്ള പ്രയോഗങ്ങൾ നടത്തിയാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്നൊരു കാരണം കൂടി ആ കാലഘട്ടത്തിൽ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, 47 മുന്നേ നമ്മളുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നൊരു ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാമുദായിക രാഷ്ട്രീയമായിരുന്നു. 47 ശേഷം ദേശീയത എന്ന് പറയുന്ന, നേരത്തെ ശ്രീ സുദേശം രഘു പറഞ്ഞതുപോലെ ദേശീയതയുടെ ഒരു രാഷ്ട്രീയം കടന്നു വരുന്നതോടുകൂടി ഈ സാമുദായിക രാഷ്ട്രീയം പിന്നോട്ട് പോവുകയും സാമുദായിക രാഷ്ട്രീയം സംസാരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട് പോവുകയും ചെയ്തു. ഈ ഒരു കാലത്ത് നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ അത് പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം. നമുക്ക് ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക രാഷ്ട്രീയത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സാമുദായിക രാഷ്ട്രീയത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും അതിന് പല വഴികളുണ്ട്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ പല സമുദായങ്ങൾ എങ്ങനെയാണത് കെട്ടിപ്പടുത്തത്, പല സമുദായങ്ങളും അവരുടെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ സുദേശം രഘു പറഞ്ഞ ഒരു കണക്ക്, ഒരു തമാശയുടെ കണക്കുണ്ട്. കേരള നിയമസഭയിൽ സവർണർക്ക് യഥാർത്ഥത്തിൽ ആകെ ഒരു നായരും നമ്പ്യാരല്ലാത്ത ആകെ ഒരു സവർണനാണ് കേരള നിയമസഭയിലുള്ളത്. 40ഓളം സവർണരാണ് കേരള നിയമസഭയിലുള്ളത്. അതിലൊരാൾ മാത്രമാണ് ഒരു പട്ടരുള്ളത്. ബാക്കി മുഴുവൻ നായന്മാരോ നമ്പൂരിമാരോ. അതായത് ഒരു നായരേതര നമ്പ്യാരേതര സമുദായത്തിന് പോലും കേരള നിയമസഭയിൽ അംഗത്വമില്ല. അതൊരു തമാശയല്ലേ അങ്ങനെ ആലോചിക്കുമ്പോൾ? അത് തമാശയാണ്. അപ്പോൾ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ ഡാറ്റയായി പ്രോസസ്സ് ചെയ്യാത്തതും ഇത്തരം ഡാറ്റ സമൂഹത്തിൽ എത്താത്തത് കൊണ്ടാണ് കുഴപ്പം. മുസ്ലിങ്ങൾക്ക് UDFൻ്റെ പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് UDF ആകെ 2 സീറ്റാണ് നൽകുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടാവില്ല. 2 മുസ്ലിങ്ങൾക്കാണ് ആകെ നമ്മളുടെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ LDF മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സാമുദായിക ഇപ്പോൾ അതൊരു കണക്കാണ് ശ്രീ സുദേശം രഘു അവതരിപ്പിച്ചത്. കാരണം അത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. സാമുദായിക രാഷ്ട്രീയത്തിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് സുരേഷൻ ചോദിച്ചു, എഴുത്തച്ഛൻ സമുദായക്കാർ ചരിത്രം എഴുതിയിട്ടുണ്ട്, ഏതാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത്തരം ശ്രമങ്ങൾ, ചരിത്രം എഴുതുക എന്ന് പറയുന്ന ശ്രമങ്ങൾ പോലും സാമുദായിക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നാം നമ്മളുടെ കണക്കുകൾ എടുക്കണം. എത്ര പേര് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വിവിധ രംഗങ്ങളിലുണ്ട്, നമ്മളുടെ എത്ര പേർ പഠിക്കുന്നുണ്ട്, എത്ര പേർ പ്രൊഫഷണൽ മേഖലയിലുണ്ട്, എത്ര പേർ ഗസറ്റഡ് ഓഫീസർമാരാണ്, എത്ര പേർ വ്യാപാരികളാണ്. ഇത്തരത്തിലുള്ള കണക്കുകൾ എടുക്കുകയും ഈ കണക്കുകൾ വിവിധ സമുദായങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുകയും ഇത് ഓരോ സമുദായ അംഗവും ജനങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ചരിത്രവൽക്കരണത്തിലൂടെ സമുദായങ്ങളുടെ രാഷ്ട്രീയത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ ഇതിൽ ഞാൻ വിചാരിക്കുന്നത് അത്തരം അല്ലാത്തതായിട്ടുള്ള മാർഗ്ഗങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. കൃത്യമായ ഡാറ്റ രാഷ്ട്രീയം, പുതിയ കാലം ഡാറ്റ രാഷ്ട്രീയത്തിൻ്റെ കാലമാണ്. എത്രമാത്രം ഡാറ്റ നമുക്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ കഴിയുമോ അത്രമാത്രം ഡാറ്റ ഉൽപ്പാദിപ്പിക്കുക. അത് ഓരോ സമുദായത്തിലെയും പ്രധാനപ്പെട്ട ബുദ്ധിജീവികളുടെ കർത്തവ്യമാണ്. എനിക്കറിയാം, എഴുത്തച്ഛൻ ഈ സംഘടനയിൽ തന്നെ പെടുന്ന, അല്ലെങ്കിൽ ഈ സമുദായത്തിൽ തന്നെ പെടുന്ന ധാരാളം വിദ്യാസമ്പന്നരായിട്ടുള്ള ഗവേഷകരുണ്ടാവും. ഈ ഗവേഷകർക്ക് എഴുത്തച്ഛൻ സമുദായത്തിൻ്റെ ചരിത്രം എഴുതാം, അവരുടെ 100-200 വർഷത്തെ ചരിത്രം എഴുതാം. ഈ ചരിത്രത്തിൽ അവരെവിടേക്ക് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. ആകെ 3 ഞാൻ മനസ്സിലാക്കുന്നത് 3 MLA-മാരായിട്ട് 3 പേരെ പറ്റിയുള്ളത്. ഒരാളാണ് മന്ത്രിയായിട്ട് എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത്. നമുക്ക് പരിശോധിക്കാം, 6 ലക്ഷം വരുന്ന ഒരു സമുദായത്തിന് അവകാശം ഇത് മതിയോ എന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇതൊക്കെ ആലോചിക്കണമെങ്കിൽ എന്ത് വേണം? ഇത്തരം കണക്കുകൾ സമുദായത്തിന് മുന്നിൽ വരണം. അത് ഓരോ സമുദായം, അത് എഴുത്തച്ഛൻ സമുദായത്തിൻ്റെ മാത്രമല്ല, ഓരോ സമുദായത്തിൻ്റെയും ഉത്തരവാദിത്തം ഇത്തരം കണക്കുകൾ ഉൽപ്പാദിപ്പിക്കുക, കണക്കുകൾ തയ്യാറാക്കുക, ചരിത്രവൽക്കരിക്കുക, ചരിത്രത്തെ തിരിച്ചു പിടിക്കുക. അങ്ങനെയാണ് നമുക്ക് സാമുദായിക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ മാത്രമേ പ്രാതിനിധ്യ ജനാധിപത്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര അവസരം നൽകിയത് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.